ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ ഒരു പുതിയ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി എന്ന് എനിക്കറിയാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്, ഫാമിലി പ്ലാനിങ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്. അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു കുറച്ച് വലിയ ടോപ്പിക് ആണ്, നമുക്ക് മൂന്നായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. 2 പാർട്സ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ആ 2 പാർട്സും നന്നായിട്ട് നോട്ട്സ് ഒക്കെ എഴുതി നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ സെക്ഷൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് പാർട്ട് പ്ലസ് 50 ഷുവർ ഷോർട്ട് എക്സാം ക്വസ്റ്റ്യൻസ് ഫ്രം കോൺട്രാസെപ്ഷൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും 50 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അത്ര ഇല്ലേ? അങ്ങനെയല്ല, ഇതിന് ഇരട്ടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചോദിക്കുന്ന എല്ലാ സ്റ്റേറ്റ് സെൻട്രൽ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്തുനിന്നുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ 50 ക്വസ്റ്റ്യൻസും നമ്മുടെ തിയറി പാർട്ടൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കോൺട്രാസെപ്ഷൻ എന്നുള്ള ആ ഒരു ഏരിയയിൽ നമ്മൾ ഫ്രീ ആവും. ഓക്കെ, നിങ്ങൾക്ക് അറിയാം കോൺട്രാസെപ്ഷൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടാണ്, ഫൗണ്ടേഷനകത്ത് വേണം നമുക്ക് പഠിക്കാം, OB ഗൈനിയുടെ പാർട്ടാണ് അല്ലെ. അപ്പൊ എല്ലാത്തിന്റെയും ഒരു ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചധികം പഠിക്കാനുണ്ടായിരുന്നു, അത് പഠിച്ചേ പറ്റുള്ളൂ അല്ലെ. പഠിത്തത്തിൽ ഉഴപ്പ് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ഒത്തിരി പെട്ടെന്ന് അങ്ങ് എത്താനുള്ള മാർഗങ്ങളൊന്നുമില്ല. പഠിക്കുമ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് നല്ല കോംപ്രഹെൻസീവ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പുറകോട്ട് നോക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെക്ഷനോട് കൂടി കോൺട്രാസെപ്ഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വേണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ ഒരു എക്സ്ട്രാ ഒരു 100 ക്വസ്റ്റ്യൻസോളം എന്റെ കയ്യിലുണ്ട് കേട്ടോ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഒരു ഹാഫ് ആൻ അവർ ഞാൻ എടുക്കും. തേർഡ് പാർട്ടിലെ കുറച്ച് തിയറി പാർട്ടിയുടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 50 ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ഈ വീഡിയോയുടെ താഴെ തന്നെ ഞാനൊരു ഫേസ്ബുക്ക് ലിങ്ക് ഇടാം. അതിനകത്ത് ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യണോ അല്ലെ പ്രിന്റ് ഔട്ട് എടുക്കണോ എന്താന്ന് വെച്ച് ചെയ്യാം, എന്ത് വേണേലും ചെയ്തോ. പക്ഷേ കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏതൊരു പരീക്ഷയ്ക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അത്രേ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇന്ന് സെക്ഷനിലേക്ക് പോകാം. കോൺട്രാസെപ്ഷൻ തേർഡ് പാർട്ട് പ്ലസ് 50 ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സ് ഡിസ്കഷൻ. ഓക്കെ അല്ലേ? നിങ്ങൾ നല്ല കൂളാണ്, നന്നായിട്ട് പഠിക്കണമെന്നൊക്കെ എനിക്കറിയാം. ആ ഒരു പോസിറ്റീവ് എനർജിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാ ടോപ്പിക്കും ഒന്നിനൊന്ന് മെച്ചമായിട്ട് പഠിക്കുക. ഏറ്റവും ഏത് പരീക്ഷ എഴുതിയാലും ഏറ്റവും ഉയർന്ന റാങ്കിൽ എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കേട്ടെ, കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് നിങ്ങളോട്. അത് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകട്ടോ. ആദ്യ സമയം കളയണ്ട. അപ്പൊ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതായത് പോസ്റ്റ് കൺസെപ്ഷണൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇനി നമുക്കുള്ളത് കുറച്ച് മിസലേനിയസ് മെത്തേഡ്സും പിന്നെ അതല്ലാതെ കുറച്ച് നാച്ചുറൽ ഫാമിലി പ്ലാനിങ് മെത്തേഡുകളും ഉണ്ട്. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺട്രാസെപ്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, മിസലേനിയസ് മെത്തേഡ്സിനകത്ത് വരുന്ന ഫസ്റ്റ് ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ഈസ് ആബ്സ്റ്റിനൻസ്. ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാല് കപ്പിൾസ് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത 100% ഇല്ല അല്ലെ. അപ്പൊ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ബർത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണെന്ന് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ദ ആൻസർ ഈസ് ആബ്സ്റ്റിനൻസ്. ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വി ആർ നോട്ട് എൻഗേജിങ് ഇൻ ടു സെക്ഷൽ ആക്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സ്പേമും ഓവവും ഇല്ല, അവർ തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമ്മുടെ ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. ദ ഓൺലി മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ വിച്ച് ഈസ് കംപ്ലീറ്റ്ലി എഫക്റ്റീവ് ഇൻ കൺട്രോളിംഗ് ബർത്ത് is abstinence. That's a repeated exam question. The second method is coitus interruptus or withdrawal method. നമ്മൾ ഈ സെക്ഷൽ ആക്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോയിറ്റസ് അല്ലെങ്കിൽ ഇന്റർകോഴ്സ് എന്നുള്ള ടെർമിനോളജീസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. കോയിറ്റസ് ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തായിരിക്കും? ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് കോയിറ്റസ് ഓർ ഇന്റർകോഴ്സ് നമ്മൾ ഏതോ ഒരു ഫേസിൽ എന്ത് ചെയ്യുന്നു? ആ ആക്ടിനെ ഇന്ററപ്റ്റ് ചെയ്ത് കളയുന്നു. അതിനെ നമ്മൾ വിഡ്രോവൽ മെത്തേഡ് എന്നും പറയാറുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഡ്യൂറിംഗ് സെക്ഷൽ ഇന്റർകോഴ്സ് ഇജാക്കുലേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ പെനിസ് ഫീമെയിൽ ട്രാക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ വജൈനൽ ട്രാക്റ്റിൽ നിന്ന്
റിമൂവ് ചെയ്തു അല്ലെ വിഡ്രോ ചെയ്ത് മാറ്റുന്നു. അപ്പോ ഇജാക്കുലേഷൻ നടക്കത്തില്ല, സ്പേം ഡിപ്പോസിഷൻ നടക്കത്തില്ല. ദാറ്റ്സ് ഓൾസോ എ മിസലേനിയസ് മെത്തേഡ് ആണ്, കോയിറ്റസ് ഇന്ററപ്റ്റസ് ആൻഡ് വിഡ്രോവൽ മെത്തേഡ്. പക്ഷെ ഇത് 100% നമുക്ക് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ടൈമിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ വിഡ്രോവൽ മെത്തേഡ് ഈസ് ഓൾസോ ബർത്ത് കൺട്രോൾ മെത്തേഡ് തന്നെയാണ്. അപ്പൊ ആബ്സ്റ്റൻസ് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ സെക്ഷൽ ഇന്റർകോഴ്സ് അവോയ്ഡ് ചെയ്യുന്നു. സോ ദർ ഇസ് നോ ചാൻസ് ഓഫ് ബീങ് പ്രഗ്നന്റ്. ആൻഡ് കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറഞ്ഞാൽ വി ആർ വിഡ്രോവിംഗ് ദ പെനിസ് ഷോർട്ട്ലി ബിഫോർ ഇജാക്കുലേഷൻ, ദാറ്റ് ഈസ് വിഡ്രോവൽ മെത്തേഡ്. And third method is repeated exam question, that is rhythm method or calendar method or safe period method or programmed sex. ഈ 4 പേരുകൾ 5 പേരുകൾ അല്ലേ, 1 2 3 4 5 പേരുകളും ഒരാളുടെ തന്നെ പേരുകളാണ്. കലണ്ടർ മെത്തേഡിന്റെ തന്നെ പേരുകളാണ് ഈ 5 പേരുകൾ. നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. നമുക്ക് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ റിഥം മെത്തേഡ് ഏത് തിയറി ബേസ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ അറിയണം. കലണ്ടർ മെത്തേഡ് അല്ലെങ്കിൽ സേഫ് പീരീഡ് മെത്തേഡ് അല്ലെങ്കിൽ പ്രോഗ്രാംഡ് സെക്സ് എന്ന് പറയുന്നത് സെയിം ആണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതെല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ഈ കലണ്ടർ മെത്തേഡ് എന്ന് പറയുന്നത് ബേസ് ചെയ്യുന്ന ഒരു തിയറി ഉണ്ട് കേട്ടോ. ആ തിയറിക്ക് പറയുന്ന പേരാണ് ഒജിനോഗ്നോസ് തിയറി. ഒജിനോഗ്നോസ് തിയറി, അണ്ടർലൈൻ ഇറ്റ് ആൻഡ് സ്റ്റഡി വെൽ. ഒജിനോഗ്നോസ് തിയറി, OKT തിയറി. ഓക്കെ, കലണ്ടർ മെത്തേഡിന്റെ ബേസ് ചെയ്യുന്നത് ആ തിയറിയാണ്. ഈ തിയറി പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, നമ്മളൊരു ഫീമെയിലിനെ എടുക്കുന്നു. ആ ഫീമെയിലിന് 28th ഡേ സൈക്കിൾ ആണ്, റെഗുലർ ആയിട്ടുള്ള മെൻസ്ട്രുവൽ സൈക്കിൾ ഉള്ള ഒരു ഫീമെയിൽ. ഓക്കെ, റെഗുലർ ആയിട്ട് 28th ഡേ സൈക്കിൾ ഉള്ള ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഫീമെയിലിനെ നമ്മൾ എടുക്കുന്നു. ആ ഫീമെയിലിന് അവരുടെ ആ മെൻസ്ട്രുവൽ സൈക്കിൾ നമ്മൾ ആ 20th ഡേ നമ്മൾ എടുക്കുമ്പോൾ അതിന് മിഡ് ആയിട്ടുള്ള 14th ഡേ ±2 ആ ഒരു സമയത്ത് ഓവുലേഷൻ നടക്കും എന്നാണ് നമ്മൾ ഒജിഗ്നോഗ്നോസ് തിയറി പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം 28 ദിവസവും മെൻസ്ട്രുവൽ സൈക്കിൾ ഉള്ള ഒരാളാണ് ഞാനെങ്കിൽ എന്റെ 14ാമത്തെ ദിവസം, ഒരു മാസം സ്റ്റാർട്ട് ചെയ്തു, 14ാമത്തെ ദിവസം ഓക്കെ 14th ഡേ ±2 അങ്ങോട്ടോ ഇങ്ങോട്ടോ 2 ദിവസം, അത്രയും ദിവസം നമ്മൾ എന്താണ് ഓവുലേഷൻ എനിക്ക് നടക്കുന്ന സമയമാണ്. ക്ലിയർ ആയോ? അപ്പോ ആ സമയത്ത് നമ്മൾ എന്ത് അവോയ്ഡ് ചെയ്യണം? സെക്ഷൽ ഇന്റർകോഴ്സ് അവോയ്ഡ് ചെയ്താൽ മതി. ഓവുലേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെക്കൻഡറി യൂസേജ് മച്ചുർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾസ് പൊട്ടി വെളിയിൽ വന്നേക്കുന്ന അവസ്ഥയാണ് അല്ലെ. അത് 12 to 24 hours വയബിൾ ആയിട്ടിരിക്കും. അതാണ് നമ്മൾ ഈ എടുക്കുന്നത് 12 to 24 hours നമ്മളൊരു ±2 പറയുന്നത്. ഓക്കെ, അതാണ് ഒജിഗ്നോഗ്നോസ് തിയറി പറയുന്നത്. അത് വളരെ നല്ലൊരു മെത്തേഡ് ആണ്. ബട്ട് ദ പ്രോബ്ലം ഈസ് 20th ഡേ റെഗുലർ സൈക്കിൾ ഉള്ളവർക്കാണ് ഇത് കൂടുതലായിട്ടും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു 50% സ്ത്രീകൾക്ക് മാത്രമേ എന്തുള്ളൂ, ഒരു റെഗുലർ ആയിട്ടുള്ള ഇപ്പോഴത്തെ കണ്ടീഷൻസിൽ റെഗുലർ ആയിട്ടുള്ള മെൻസ്ട്രുവൽ സൈക്കിൾ ഉള്ളൂ. അല്ലാത്ത ആൾക്കാർക്കൊക്കെ നമ്മൾ ഈ തിയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. ഓക്കെ, സോ ദ റിഥം മെത്തേഡ് ഓർ ദ കലണ്ടർ മെത്തേഡ് പറയുന്നത് ഒജിഗ്നോഗ്നോസ് തിയറി ബേസിസിലാണ്. അത് പറയുന്നത് എന്താണ്? ഒരു റെഗുലർ 28th ഡേ മെൻസ്ട്രുവൽ സൈക്കിൾ ഒരു ഫീമെയിലിന് 14 ±2 മിഡസ്റ്റ് ഓഫ് ദ സൈക്കിൾ ആണ് ഓവുലേഷൻ നടക്കുന്നത്. സോ യു ഷുഡ് അവോയ്ഡ് ഇന്റർകോഴ്സ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ദാറ്റ്സ് ഓൾസോ മിസലേനിയസ് മെത്തേഡ്. ഇതിന് കൂടെ ഞാനൊരു 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുന്നു. നമ്മളൊരു സ്പേമിന്റെ ഫെർട്ടിലൈസേഷൻ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 48 to 72 hours ആണ്. ആൻഡ് ഫീമെയിലിന്റെ ആണെങ്കിലോ 12 to 24 hours ആണ് ഫെർട്ടിലൈസേഷൻ സ്പാൻ എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 2ഉം അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു വെക്കണം, മറന്നു പോവല്ല. സ്പേം 48 to 72 hours ആൻഡ് ഫീമെയിൽ ആണെങ്കിൽ ഓവത്തിന്റെ 12 to 24 hours. മറന്നു പോവല്ലോ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പോ നമ്മൾ മിസലേനിയസ് മെത്തേഡ്സിൽ മെയിൻലി 3 മെത്തേഡുകൾ ഞാൻ പറഞ്ഞു തന്നു. ഫസ്റ്റ് മെത്തേഡ് ഈസ് ആബ്സ്റ്റിനൻസ്, സെക്കൻഡ് മെത്തേഡ് ഈസ് കോയിറ്റസ് ഇന്ററപ്റ്റസ് ഓർ വിഡ്രോവൽ മെത്തേഡ്, ആൻഡ് തേർഡ് മെത്തേഡ് ഈസ് കലണ്ടർ മെത്തേഡ് ഓർ റിഥം മെത്തേഡ്. ഓക്കെ, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഒജിഗ്നോഗ്നോസ് തിയറി. അത് മനസ്സിലാക്കി വെക്കണം. ദെൻ നമ്മൾ 2 ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞു. Fertilization lifespan of sperm is 48 to 72 hours and ovum is 12 to 24 hours. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഒരു കുഞ്ഞു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു, നാച്ചുറൽ ഫാമിലി പ്ലാനിങ് മെത്തേഡ്സ്. ഓക്കെ, നാച്ചുറൽ ഫാമിലി പ്ലാനിങ് മെത്തേഡ്, ഇവിടെ നമ്മൾ ഒരു ഡ്രഗ്സും
ഒരു കോൺട്രാസെപ്റ്റീവ്സും ഒന്നുമേ തന്നെ യൂസ് ചെയ്യുന്നില്ലാത്ത ബർത്ത് കൺട്രോളിംഗ് മെത്തേഡുകളെയാണ് നമ്മൾ നാച്ചുറൽ ഫാമിലി പ്ലാനിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ നാച്ചുറൽ ഫാമിലി പ്ലാനിംഗ് മെത്തേഡുകളുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, യു ഷുഡ് അവോയ്ഡ് സെക്ഷൽ ഇന്റർകോഴ്സ് അറൌണ്ട് ദ ടൈം ഓഫ് ഓവുലേഷൻ. ഒരു ഫീമെയിലില് ഓവുലേഷൻ നടക്കുന്നതിന് അറൌണ്ട് ദ ടൈം, ഓക്കെ, അതിന് ചുറ്റുമുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് അവോയ്ഡ് ചെയ്യണം? സെക്ഷൽ ഇന്റർകോഴ്സ് അവോയ്ഡ് ചെയ്താൽ മതി എന്നാണ് ആരുടെ ബേസിക് കൺസെപ്റ്റ്? നമ്മുടെ നാച്ചുറൽ ഫാമിലി പ്ലാനിംഗ് മെത്തേഡ്സിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കുറച്ച് മെത്തേഡുകൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു ഫീമെയിലിന് ഓവുലേഷൻ നടന്നോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയാലല്ലേ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് മെത്തേഡുകൾ ഈ നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിനകത്തുണ്ട്. ആ മെത്തേഡുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. The first method is basal body temperature method or BBT method എന്ന് തന്നെ ചോദിക്കാം. ഓക്കെ, ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ് അല്ലെങ്കിൽ BBT മെത്തേഡ്. ഇവിടെ നമുക്ക് എപ്പോഴും ഒരു റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ OBG ബേസ്ഡ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, ഒരു ഫീമെയിലിന് ഓവുലേഷൻ നടന്നതിന് ശേഷം അവരുടെ ബോഡി ടെമ്പറേച്ചർ ഒരു കുറച്ച് ഡിഗ്രി കൂടാറുണ്ട്. അതിന് കാരണമാകുന്നത് ഏത് ഹോർമോൺ ആണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. നിങ്ങൾ എല്ലാവരും ല്യൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് ഓർക്കും അല്ലെ? LH സർജ് വരുമ്പോഴാണ് ഓവുലേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ LH കൊണ്ടിട്ടാണ് ഇത് കൂടുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവർ അത് മാറ്റുക. അതിന് കാരണം നമ്മുടെ LH അല്ല. അതിന് കാരണം എന്താണ്? നമ്മുടെ പ്രൊജസ്ട്രോൺ ആണ്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. ദ പ്രൊജസ്ട്രോൺ ഈസ് ഹാവിംഗ് എ തെർമോജനിക് എഫക്ട്. പ്രൊജസ്ട്രോണിന് എന്ത് എഫക്ട് ഉണ്ട്? ഒരു തെർമോജനിക് എഫക്ട് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ടെമ്പറേച്ചർ കൂട്ടാനുള്ള ഒരു എഫക്ട് ആർക്കുണ്ട്? നമ്മുടെ പ്രൊജസ്ട്രോണിന് ഉണ്ട്. ആ കാര്യം ഓർത്തു വെക്കട്ടെ, അതൊരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ് അല്ലെങ്കിൽ BBT മെത്തേഡ് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ഫീമെയിലിനെ എടുക്കുമ്പോൾ അവർക്കൊരു ഓവുലേഷൻ നടന്നതിന് ശേഷം ഒരു ചെറുതായിട്ട് അവരുടെ ബോഡി ടെമ്പറേച്ചർ ഫുൾ ആയിട്ടൊന്ന് കൂടും. ഓക്കെ, എത്ര കൂടും? 0.2 to 0.5 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 0.5 to 1 ഡിഗ്രി ഫാരൻഹീറ്റ് കൂടാം. അതിന് കാരണം എന്താണ്? ഇറ്റ്സ് ഡ്യൂ ടു തെർമോജനിക് എഫക്ട് ഓഫ് പ്രൊജസ്ട്രോൺ വിച്ച് ഇസ് റിലീസ്ഡ് ബൈ ദ കോർപ്പസ് ലൂട്ടിയം. Okay, so you should avoid intercourse during post-ovulatory fertile period. ഈ പറഞ്ഞ സെന്റൻസുകൾക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ 1 by 1 ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ് അല്ലെങ്കിൽ BBT മെത്തേഡ്, അതിന്റെ ഫുൾ ഫോം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എത്ര ഡിഗ്രി ടെമ്പറേച്ചർ കൂടാം? ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഓവുലേഷന് ശേഷം 0.2 to 0.5 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ ഫാരൻഹീറ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ 0.5 to 1 ഡിഗ്രി ഫാരൻഹീറ്റ് കൂടാം. തേർഡ് ക്വസ്റ്റ്യൻ, ഇതിന് കാരണമാകുന്ന ഹോർമോൺ ഏതാണ്? കാരണമാകുന്ന ഹോർമോൺ ഏതാണ്? പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോണിന് തെർമോജനിക് എഫക്ട് ഉണ്ട്. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, നമ്മൾ ഏർലി പ്രഗ്നൻസി സമയത്തൊക്കെ നമുക്ക് പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? കോർപ്പസ് ലൂട്ടിയം. എക്സാം ക്വസ്റ്റ്യൻ, നമ്മുടെ പ്ലാസന്റ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആകുന്നത് വരെ ഏകദേശം 12th വീക്ക് വരെ നമ്മുടെ കോർപ്പസ് ലൂട്ടിയം ആണ് നമ്മുടെ പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ പ്ലാസന്റ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പ്ലാസന്റ ആ ഫംഗ്ഷൻ അങ്ങോട്ട് ഏറ്റെടുത്തോളും. ഓക്കെ, അത് ഓർത്ത് വെക്കുക. 12th വീക്ക് വരെ കോർപ്പസ് ലൂട്ടിയം ആണ് പ്രൊജസ്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത്രയും 4 പോയിന്റുകൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഈസ് ബില്ലിംഗ് മെത്തേഡ് ഓർ സെർവിക്കൽ മ്യൂക്കസ് മെത്തേഡ്. ഓക്കെ, BBT മെത്തേഡ് മറക്കല്ല. എല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്ത് പഠിക്കണം. ബില്ലിംഗ് മെത്തേഡ് അല്ലെങ്കിൽ സെർവിക്കൽ മ്യൂക്കസ് മെത്തേഡ്, റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. ഓക്കെ, ബില്ലിംഗ് മെത്തേഡ് അല്ലെങ്കിൽ സെർവിക്കൽ മ്യൂക്കസ് മെത്തേഡ് ബേസ് ചെയ്യുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലെ? ഫീമെയിൽസിനൊക്കെ അറിയാം. അപ്പൊ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് എന്താണ്? സെർവിക്കൽ ഗ്ലാൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മ്യൂക്കസ് ആണ്. ഓക്കെ, മ്യൂക്കസ് ആണ് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെർവിക്കൽ മ്യൂക്കസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ ഒവ്യൂലേഷൻ അനുസരിച്ച് ആ സമയമൊക്കെ ആകുമ്പോഴത്തേന് കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യും. അതായത് ഓവുലേഷൻ, അറ്റ് ദ ടൈം ഓഫ് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഈസ്ട്രോജൻ ഹോർമോണിന്റെ എഫക്ട് കൊണ്ടിട്ട് ഈ സെർവിക്കൽ മ്യൂക്കസ് കുറച്ചൊന്ന് വാട്ടറി ആകും, ക്ലിയർ ആകും, സ്മൂത്ത് ആകും, കുറച്ച് സ്ലിപ്പറി ഒരു കൺസിസ്റ്റൻസി വരും. അതുപോലെ അത് ഇലാസ്റ്റിക് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ 2 വിരലുകൾക്കിടയിൽ വെച്ച് നമ്മൾ അതിനിങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രെച്ച് ആകും. ഓക്കെ, നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. അത് നമ്മൾ പറഞ്ഞ പേരാണ് സ്പിൻ ബാർക്കിറ്റ് അപ്പിയറൻസ്. എക്സാം ക്വസ്റ്റ്യൻ, സ്പിൻ ബാർക്കിറ്റ് ടെസ്റ്റ്.
ഓവുലേഷൻ ടെസ്റ്റ് ആണ് സ്പിൻ ബാർക്കി ടെസ്റ്റ്. അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സെർവിക്കൽ മ്യൂക്കസിന്റെ കൺസിസ്റ്റൻസി ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ബില്ലിംഗ് മെത്തേഡ് ആണ്. അതിന്റെ മറ്റൊരു പേര് മറന്നു പോകല്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ. അതിന് കാരണമാകുന്ന ഹോർമോൺ ഏതാന്ന് ചോദിച്ചാൽ ഈസ്ട്രോജൻ ആണ്. അതുപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ എന്നാ സംഭവിക്കും? പ്രൊജസ്ട്രോണിന്റെ എഫക്റ്റ് കൂടും അല്ലെ? ആ പ്രൊജസ്ട്രോണിന്റെ എഫക്റ്റ് കൂടുമ്പോൾ എന്നാ സംഭവിക്കും? അത് ഈ സെർവിക്കൽ മ്യൂക്കസിനെ തിക്കാക്കും. അപ്പൊ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വലിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സ്പിൻ ബാർക്കേറ്റ് വരുന്ന പോലെ അത്ര സ്ട്രെച്ച് ചെയ്ത് വരത്തില്ല. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്ക്. എന്താണ്? ടാക്ക് എന്ന് വിളിക്കും. ക്ലിയർ ആയോ? അപ്പൊ ഈ കൺസിസ്റ്റൻസി വെച്ച് നമുക്ക് സെർവിക്കൽ മ്യൂക്കസിന്റെ കൺസിസ്റ്റൻസി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഓവുലേഷന്റെ സമയമാണോ, ഓവുലേഷന്റെ സമയം കഴിഞ്ഞോ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതൊരു ഫാമിലി പ്ലാനിങ് മെത്തേഡ്, നാച്ചുറൽ ഫാമിലി പ്ലാനിങ് മെത്തേഡ് ആണ്. ബില്ലിംഗ് മെത്തേഡ് ഓർ സെർവിക്കൽ മ്യൂക്കസ് അസസ്മെന്റ് മെത്തേഡ്. അവിടെ നമ്മൾ സെർവിക്കൽ മ്യൂക്കസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുന്നു, ബാക്കിയുള്ള സ്പിൻ ബാർക്കിറ്റും ടാക്കും ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് മെത്തേഡുകളാണ് ഇപ്പൊ പറഞ്ഞത്. BBT method or basal body temperature method, and second is billing method or cervical mucus assessment method. Clear ayallo? And third method is symptothermic method. പ്രത്യേകിച്ചൊന്നും ഇല്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല എന്ന് ചിന്തിക്കരുത്. സിംറ്റോതെർമിക് മെത്തേഡും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സിംറ്റോതെർമിക് മെത്തേഡിനകത്ത് നമ്മളൊരു കോമ്പിനേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കോമ്പിനേഷനകത്ത് നമ്മൾ എന്തൊക്കെ നോക്കും? ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ മെത്തേഡ് നോക്കും. ടെമ്പറേച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ്, സെർവിക്കൽ മ്യൂക്കസിന്റെ അസസ്മെന്റ് പ്ലസ് കലണ്ടർ മെത്തേഡ്. ഇത് മൂന്നൂടെ നോക്കി നമ്മൾ ഫെർട്ടൈൽ പീരീഡ് ഐഡന്റിഫൈ ചെയ്യുന്ന കോമ്പിനേഷൻ മെത്തേഡ് ആണ് സിംറ്റോതെർമിക് മെത്തേഡ്. ഓക്കെ, അപ്പൊ സിംറ്റോതെർമിക് മെത്തേഡിനകത്ത് ഏതൊക്കെ മെത്തേഡുകൾ വരും എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കണം. ഏതൊക്കെ വരും? ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ്, സെർവിക്കൽ മ്യൂക്കസ് മെത്തേഡ് ആൻഡ് കലണ്ടർ മെത്തേഡ്. ഇതിന് മൂന്നിന്റെയും കൂടെ ഒരു കോംബോയാണ് എന്ത്? സിംറ്റോതെർമിക് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ലാക്ടേഷണൽ അമിനോറിയ ഓർ ബ്രസ്റ്റ് ഫീഡിങ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മളൊരു കുഞ്ഞുണ്ടായതിനു ശേഷം നമ്മൾ എക്സ്ക്ലൂസീവ്ലി കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ അവർക്ക് ഓവുലേഷനും മെൻസ്ട്രുവേഷനും ഒക്കെ പഴയ പോലെ റിട്ടേൺ ചെയ്യാൻ കുറച്ച് താമസം എടുക്കും അല്ലെ? അപ്പൊ ആ സമയം നമ്മള് ഓവുലേഷൻ നടക്കുന്നില്ല, നമുക്ക് മെൻസ്ട്രുവേഷൻ ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ല. അപ്പൊ ആ സമയം എന്താണ്? ഒരു അമിനോറിയ പീരീഡ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമുക്ക് എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു കോൺട്രാസെപ്റ്റീവ് പ്രൊട്ടക്ഷൻ ആര് കൊടുക്കണുണ്ട്? ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്ന നമ്മുടെ വളരെ നല്ലൊരു ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാക്ടേഷണൽ അമിനോറിയ ഓർ ബ്രസ്റ്റ് ഫീഡിങ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങള് നമ്മുടെ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് മെത്തേഡ്സിനകത്ത് വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? ഒന്ന് നോക്കിക്കേ. മിസലേനിയസ് മെത്തേഡ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആബ്സ്റ്റിനൻസ് ആണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നില്ല. സെക്കൻഡ് മെത്തേഡ് എന്താണ്? കോയിറ്റസ് ഇന്ററപ്റ്റസ് ഓർ വിഡ്രോവൽ മെത്തേഡ്. അവിടെ എന്ത് ചെയ്യുന്നു? സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് ഇജാക്കുലേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ പെനിസിനെ വജൈനൽ ട്രാക്റ്റിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. തേർഡ് മെത്തേഡ് ആണ് റിഥം മെത്തേഡ്, കലണ്ടർ മെത്തേഡ്, സേഫ് മെത്തേഡ് ഓർ പ്രോഗ്രാംഡ് സെക്സ്. അത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ഒജിനോഗ്നോസ് തിയറി ബേസ് ചെയ്തിട്ടാണ്. അത് പറയുന്നത് എന്താണ്? റെഗുലർ 28 ഡേ സൈക്കിളുള്ള ഒരു ഫീമെയിലിന് 14 ± 2 ഡേയില് ഓവുലേഷൻ ഉണ്ടാകാം. ഈ ഒജിനോഗ്നോസ് തിയറി കുറച്ചുകൂടി നിങ്ങളൊന്ന് കൂടുതൽ വായിക്കണമെങ്കിൽ അത് വായിക്കുക. അപ്പൊ അതിനകത്ത് തന്നെ ഈ ഒജിനോഗ്നോസ് പറയുന്നുണ്ട്. അതല്ലാതെ ഇറഗുലർ സൈക്കിൾ ഉള്ളവർക്ക് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനൊന്നും പോകുന്നില്ല, അങ്ങനെയും ഉണ്ട്. നാച്ചുറൽ ഫാമിലി പ്ലാനിങ് മെത്തേഡിന് നമ്മൾ ഒരു ഡ്രഗ്സും ഒരു കോൺട്രാസെപ്റ്റീവ്സും ഒന്നുമേ തന്നെ യൂസ് ചെയ്യുന്നില്ല. അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്താണ്? അവോയ്ഡിങ് സെക്ഷൽ ഇന്റർകോഴ്സ് അറൌണ്ട് ദ ടൈം ഓഫ് ഓവുലേഷൻ. ടൈപ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. BBT മെത്തേഡ്, ബില്ലിംഗ് ഓർ സെർവിക്കൽ മ്യൂക്കസ് മെത്തേഡ്, സിംറ്റോതെർമിക് മെത്തേഡ്, ലാക്ടേഷണൽ അമിനോറിയ ഓർ ബ്രസ്റ്റ് ഫീഡിംഗ്. ഓക്കെ, നല്ല ക്ലിയർ ആയല്ലോ സംഭവങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഇനി കുറച്ച് 1-2 കാര്യങ്ങളോട് നിങ്ങൾക്ക് പറയാനുണ്ട്. പേഴ്സണ എന്ന് പറയുന്നത് നമ്മൾ ഈ എന്താണ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന
ഇതില്ലേ, ഇൻസ്ട്രുമെന്റ് ഇല്ലേ, അതുപോലെ തന്നെ നമ്മൾ പേഴ്സണ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, സ്ട്രിപ്പ് വെച്ചിട്ട് നമ്മൾ നോക്കുന്നതാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് യൂറിനറി ഈസ്ട്രോജൻ ആൻഡ് LH നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പേഴ്സണ. ഓക്കെ, നമ്മുടെ ഇവിടേക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടാകാം പേഴ്സണ, എന്തായാലും ഔട്ട്സൈഡ് കൺട്രീസിലൊക്കെ ഉണ്ട് പേഴ്സണ. അതിനകത്ത് നമ്മൾ സ്ട്രിപ്പിനകത്ത് യൂറിൻ എടുത്ത് നമ്മൾ യൂറിനറി ഈസ്ട്രോജൻ ലെവലും, അതായത് യൂറിനറി ഈസ്ട്രോജൻ ഫ്രീ ഗ്ലൂക്കറോണൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് നോക്കാം, അതുപോലെ LH ലെവലും നമുക്ക് നോക്കാം. അപ്പൊ LH ലെവൽ നിങ്ങൾക്ക് അറിയാം, ഒബുലേഷന്റെ സമയത്ത് LH ലെവൽ കൂടും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ ഈസ്ട്രോജൻ ആണെങ്കിൽ ഫെബ്രൈൽ പീരീഡിനെ അല്ലെങ്കിൽ ഒബുലേഷൻ പീരീഡിനെ അതിന്റെ ഓൺസെറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആളാണ് യൂറിനറി ഈസ്ട്രോജൻ ഫ്രീ ഗ്ലൂക്കറോണൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരെയും മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് പേഴ്സണ എന്ന് പറയുന്നത്. അപ്പൊ ഇതുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, LH കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്ന മനസ്സിലാക്കി നമുക്ക് ഫെർട്ടിലൈസേഷൻ പീരീഡ് അല്ലെങ്കിൽ ഓവുലേഷൻ പീരീഡ് ഒക്കെ കണക്കാക്കാനൊക്കെ പറ്റും. ഓക്കെ, അതാണ് പേഴ്സണ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാനുള്ളൂ, പെർമനന്റ് മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ടെമ്പററി മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ ഉണ്ട്, പെർമനന്റ് മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ ഉണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ ടെമ്പററി മെത്തേഡുകളാണ്. ഇനി നമ്മൾ പറയുന്നത് പെർമനന്റ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ്. പെർമനന്റ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമനന്റ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പെർമനന്റ്ലി നമ്മൾ ബർത്ത് കൺട്രോൾ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, പെർമനന്റ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. അതിൽ മെയിൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വാസെക്ടമി, ഫീമെയിൽസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ട്യൂബെക്ടമി. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പെർമനന്റ് മെത്തേഡ് ഏതാന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെർമനന്റ് മെത്തേഡുകൾ ഏതാണ്? മെയിൽസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഫീമെയിലിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. മെയിൽസിൽ വാസെക്ടമി ആൻഡ് ഫീമെയിൽസിൽ ട്യൂബെക്ടമി. എന്തായിരിക്കും ട്യൂബെക്ടമി എന്ന് പറഞ്ഞാല്? ട്യൂബെക്ടമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫലോപ്പിയൻ ട്യൂബിന്റെ കണ്ടിന്യൂറ്റി ഇന്ററപ്റ്റ് ചെയ്യുന്നു. ഫലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്ത് നമ്മൾ സ്യൂച്ചർ ചെയ്ത് വെക്കുന്നു അല്ലെ. അവർ തമ്മിൽ കോണ്ടാക്ട് വന്നാലല്ലേ നമ്മുടെ ഓവം അപ്പുറത്തുനിന്ന് കയറി ഇപ്പുറത്തോട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ സ്പേം വജൈനൽ ട്രാക്റ്റിൽ നിന്ന് ഓവം ഇരിക്കുന്ന സ്ഥലം വരെ പോകുന്നത് ഏത് വഴിയാണ്? ഫലോപ്പിയൻ ട്യൂബ് വഴിയാണ്. അപ്പൊ അവർ പോകുന്ന ആ പാതയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ററപ്റ്റ് ചെയ്ത് കളയുന്നു. അപ്പൊ അവർ തമ്മിൽ മീറ്റ് ചെയ്യത്തില്ല, എന്തായാലും എന്ത് നടക്കില്ല? ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല. ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ട്യൂബെക്ടമി. ട്യൂബെക്ടമി നമ്മൾ ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ നമ്മൾ സാധാരണ ഈ പെർമനന്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ ആദ്യമേ ചിന്തിക്കുന്നത് സ്ത്രീകളെ കുറിച്ചിട്ടാണ് അല്ലെ. സ്ത്രീകളിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പാവങ്ങളല്ലേ. അപ്പൊ അവർക്ക് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് 2 എണ്ണം ഉണ്ട്, പാവങ്ങള്. അവര് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരിപ്പോ കട്ട് ചെയ്ത് ക്ലാമ്പ് ചെയ്തൊക്കെ മാറ്റുന്നു അല്ലെ. എല്ലാ വേദനകളും സ്ത്രീകൾക്ക്. അപ്പൊ മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? ട്യൂബെക്ടമി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോ നമ്മൾ NSV എന്ന് പറയുന്ന നോൺ സ്കാൽപ്പൽ വാസെക്ടമി ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യും? മെയിൽസിന്റെ വാസ് ഡിഫറൻസ് കട്ട് ചെയ്യും കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എല്ലാരും ഓപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ട്യൂബെക്ടമി എന്നുള്ള മെത്തേഡാണ്. ഇപ്പൊ പക്ഷെ കുറച്ചൊക്കെ മെയിൽസ് റീതിങ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവര് NSV ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ. നമ്മൾ ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ട്യൂബെക്ടമി മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന പെർമനന്റ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചൈൽഡ് നോം ഉണ്ട്. 1 ചൈൽഡ് അറ്റ്ലീസ്റ്റ് 1 ഇയർ ഓൾഡെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ട്യൂബെക്ടമി ചെയ്യാൻ പാടുള്ളൂ. ഒരു കുഞ്ഞെങ്കിലും വേണം. അതുപോലെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ ഹസ്ബൻഡിന്റെ നമ്മുടെ കൺസെന്റ് ആവശ്യമില്ല. അതുപോലെ മെത്തേഡ് എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ ട്യൂബെക്ടമിയിൽ നമ്മൾ ഫലോപ്പിയൻ ട്യൂബിന്റെ കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒരു സ്മോൾ സെഗ്മെന്റ് മാറ്റി 2 സൈഡ് ടിപ്പുകൾ രണ്ടും 2ആയിട്ട് സ്യൂച്ചർ ചെയ്ത് വെക്കുന്നു. അപ്പൊ ഇവര് തമ്മിൽ ഒരു കോണ്ടാക്ട് വരത്തില്ല. പിന്നെ ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ ഒരു പ്രത്യേകത, ഇനി ഭാവിയിൽ എങ്ങാനും നമുക്കത് പിന്നെയും ഒന്ന് റീയുണൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അത് എത്ര കണ്ട എഫക്റ്റീവ് ആകുമെന്നുള്ളതൊക്കെ എത്ര ഇയർ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാം, മിനി ലാപ്രോട്ടമി ചെയ്യാം. CS ചെയ്തിട്ടാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു അബ്ഡോമിനൽ അപ്രോച്ച് ആണ്. നമ്മൾ അബ്ഡോമിനിൽ ഇൻസിഷൻ ഇട്ടിട്ട് ലാപ്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ അബ്ഡോമൻ ഒന്ന് എൻലാർജ് ചെയ്ത് ഇൻഫ്ലേറ്റ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡും NOയും എയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച് അബ്ഡോമൻ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് ഫലോപ്പിയൻ ട്യൂബിനെ കണ്ടുപിടിച്ച് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ കട്ട് ചെയ്ത്
ലൈഗേറ്റ് ചെയ്യുന്നു. അതാണ് ലാപ്രോസ്കോപ്പി മെത്തേഡ്. ഇപ്പൊ അതിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ വന്നിട്ടുണ്ട്, മിനി ലാപ്രോട്ടമി. മിനി ലാപ്രോട്ടമി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കുഞ്ഞു ഇൻസിഷൻ ആണ് ഇടുന്നത് കേട്ടോ. ഒരു മോഡിഫിക്കേഷൻ ആണ്, നമ്മുടെ ലാപ്രോസ്കോപ്പിയുടെ ഒരു മോഡിഫിക്കേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ അബ്ഡോമിനൽ ട്യൂബെക്ടമിയുടെ മോഡിഫിക്കേഷൻ ആണ്. അതിൽ വളരെ ചെറിയൊരു ഇൻസിഷൻ മതി. അതിൽ കൂടെ നമ്മൾ ഈ സെയിം പ്രൊസീജിയർ ചെയ്യുന്നു. നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിനെ ക്ലാമ്പ് ചെയ്ത് സൂച്ചർ ചെയ്യുന്നു. അതുപോലെ മോസ്റ്റ് കോമൺ മെത്തേഡ് ഏതാന്ന് ചോദിച്ചാൽ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ തന്നെയാണ്. എന്നാൽ പോസ്റ്റ് പാർട്ടം സ്റ്റെറിലൈസേഷൻ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ് മിനി ലാപ്രോട്ടമി ആണ്. രണ്ട് രീതിയിൽ എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ടിട്ട് രണ്ടായിട്ട് ഇട്ടേക്കുന്നതാണ്. നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതുപോലെ നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫലോപ്പിയൻ ട്യൂബിന് 4 പാർട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ കട്ട് ചെയ്യുന്നത് ഇസ്തുമസ് റീജിയനിലാണെങ്കിൽ അത് നാരോവസ്റ്റ് പാർട്ടാണ് അല്ലെ. ഇസ്തുമസ് റീജിയനിലാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെങ്കിൽ, നമ്മൾ റിവേഴ്സൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒന്നുകൂടി റീയൂണിറ്റ് ചെയ്യണമെങ്കിൽ ഇസ്തുമസ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അനാസ്റ്റമോസിസ് അല്ലെങ്കിൽ അനാസ്റ്റമോസിസ് അവരെ രണ്ടുപേരെയും കൂടി യുണൈറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇത് നല്ലതായിരിക്കും. നമുക്ക് പെട്ടെന്ന് യുണൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറച്ച് ലാർജ് ആയിട്ടുള്ള പോർഷൻ ഒക്കെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ പിന്നെ അവരെ യുണൈറ്റ് ചെയ്ത് റിവേഴ്സൽ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ട് വരും. അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇസ്തുമസ് ആണെങ്കിൽ റിവേഴ്സൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. മെയിൽ സ്റ്റെറിലൈസേഷൻ നിങ്ങൾക്കറിയാം, കൺവെൻഷണൽ നമ്മൾ പണ്ട് തൊട്ടേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രോട്ടൽ സാക്കിനുള്ളിലാണ് ടെസ്റ്റിസും കാര്യങ്ങളും വാസ് ഡിഫറൻസ് ഒക്കെ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ സ്ക്രോട്ടൽ സാക്കിൽ നമ്മൾ ഇൻസിഷൻ ഇട്ടിട്ട് വാസ് ഡിഫറൻസിനെ കണ്ടുപിടിച്ച് വാസ് ഡിഫറൻസിനെ പിക്ചറിൽ നോക്കിക്കേ, ഇതുപോലെ 2 സൈഡ് കട്ട് ചെയ്ത് നമ്മൾ സ്യൂച്ചർ ചെയ്ത് രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കും. ഇതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കൺവെൻഷണൽ വാസെക്ടമി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന് ഇൻസിഷൻ ഉണ്ടായിരിക്കും, കുറച്ച് ചിലപ്പോൾ 2 ഇൻസിഷൻ ഇടേണ്ടി വരും അല്ലെ. 2 സൈഡിൽ വാസ് ഡിഫറൻസ് ഉണ്ട്, അപ്പൊ 2 ഇൻസിഷൻ ഇടേണ്ടി വരും. അപ്പൊ പെയിൻഫുളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ നമ്മൾ ഒരു പുതിയ മെത്തേഡ് ഉണ്ട്, നോ സ്കാൽപ്പൽ വാസെക്ടമി. റിപ്പീറ്റഡ്, ഇതിന്റെ ഈ NSV അതിന്റെ ഫുൾ ഫോം തന്നെ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇഷ്ടംപോലെ കാണുന്നതാണ്, മറന്നുപോവല്ല്. NSV ഈസ് നോൺ സ്കാൽപ്പൽ വാസെക്ടമി. ഇവിടെ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡോക്ടർ ലിഷുവാൻ ജിയാങ് കേട്ടോ. എന്തോ വലിയ പേരാണ്, പേടിക്കൊന്നുമില്ല. ഇങ്ങനത്തെ പേരുകളൊക്കെ നമ്മൾ ഓർത്തിരിക്കും കേട്ടോ, ഇച്ചിരി കൊറസ്റ്റ് പിടിച്ച പേരുകളാണ്. സോ ഇറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ചൈന ബൈ ഡോക്ടർ ലിഷുവാൻ ജിയാങ്. ഈ മെത്തേഡില് നമ്മള് ഇൻസ്റ്റെഡ് ഓഫ് സ്കാൽപ്പലിന് പകരം നമ്മൾ 2 സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നു. ഒരു റിംഗ്ഡ് ക്ലാമ്പും അതുപോലെ ഡിസെക്റ്റിംഗ് ഫോഴ്സെപ്സും നമ്മൾ യൂസ് ചെയ്യുന്നു. ഈ ഒരു പ്രൊജക്ടിനെ ഫണ്ട് ചെയ്യുന്നത് UNFPA ആണ്. എക്സാം ക്വസ്റ്റ്യൻ UNFPA, യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസ്. എക്സാം ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകല്ലോ കേട്ടോ. അപ്പം ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നോ സ്കാൽപ്പൽ. നമ്മുടെ റിംഗ് ക്ലാമ്പ് എന്ന് പറയുന്നത് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഫോഴ്സെപ്സ് ആണ്. ഈ 2 പേരെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിന് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കൺവെൻഷണൽ ടെക്നിക്കിനെ അപേക്ഷിച്ച് ഇതിന് വോണ്ടിന്റെ സൈസ് വളരെ കുറവാണ്. അതുപോലെ സെക്ഷൽ ആക്ടിവിറ്റീസ് ആഫ്റ്റർ സർജറി നമുക്ക് പെട്ടെന്ന് റിസംഷൻ ചെയ്യാൻ പറ്റും. ഫെയിലിയർ റേറ്റും ഉണ്ട് കേട്ടോ, 0.1 to 0.5% ഫെയിലിയർ റേറ്റ് ഉണ്ട്. അത്രേ ഉള്ളൂ. മറ്റു കൺവെൻഷണൽ ആണെങ്കിൽ ഫെയിലിയർ റേറ്റ് കൂടുതലാണ്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് നിങ്ങൾ മറന്നു പോകരുതാത്ത ഒരു കാര്യമുണ്ട്. നമ്മളിപ്പം നോ സ്കാൽപ്പൽ വാസെക്ടമിയോ കൺവെൻഷണൽ വാസെക്ടമിയോ എന്ത് വേണേലും ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു മെയിൽ സ്റ്റെറൈൽ ആണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വാസെക്ടമി ഒരിക്കലും അവർക്ക് സ്റ്റെറിലിറ്റി എന്ന് പറയുന്ന കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മെയിൽസിനോട് അല്ലെങ്കിൽ ആ കപ്പിൾസിനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, നമ്മൾ വാസെക്ടമിയോ അല്ലെങ്കിൽ അതേത് രീതി ആയിക്കോട്ടെ, വാസെക്ടമി ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അവരെന്ത് ഇത് ചെയ്യരുത്, അവർ സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ പാടില്ല. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സെമനകത്ത് സ്പേം പിന്നെയും ഒരു 15 തൊട്ട് 20 ഇജാക്കുലേഷൻ അവർ ചെയ്യുന്നത് വരെ അതിനകത്ത് പെർസിസ്റ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ അവരൊരു 3 months സർജറി ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് 3 months കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് ഇന്റർകോഴ്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ 15 to 20 ഇജാക്കുലേഷൻസ് എങ്കിലും കഴിഞ്ഞാലേ ആ ഒരു സെമിനൽ ഫ്ലൂയിഡിൽ നിന്ന് എന്ത് പോയി കിട്ടുള്ളൂ, സെമൻ മാറി കിട്ടത്തുള്ളൂ. സെമിനൽ ഫ്ലൂയിഡിൽ നിന്ന് സ്പേം കുറഞ്ഞു കിട്ടുള്ളൂ, അല്ലെങ്കിൽ കംപ്ലീറ്റ് അസൂസ്പേമിയ ഉണ്ടാവത്തുള്ളൂ. സോ അത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സെമൻ അനാലിസിസ് ചെയ്ത് അതിൽ ഒരു സ്പേം പോലും ഇല്ല, അതായത് അസൂസ്പേമിയ അവർ അച്ചീവ് ചെയ്തു എന്ന് കൺഫേം ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും, മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവും കേട്ടോ. നിങ്ങൾ അങ്ങനത്തെ പല കഥകളും കേട്ടിട്ടുണ്ടാവും. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പല ഇഷ്യൂസും ഉണ്ടാവും. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഒക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്.
അതായത് ഇവര് എന്ത് ചെയ്തു, വാസക്ടമി ചെയ്തു. വാസക്ടമി ചെയ്തതിന് ശേഷം ഇവര് വീട്ടിൽ പോയി. പിന്നെ ഒരു 3 months തന്നെ ഭാര്യ ഗർഭിണിയായിട്ട് തിരിച്ചു വരുവാണ്. നിങ്ങൾ ആ സിറ്റുവേഷൻ ഓർത്ത് നോക്കി. അപ്പൊ ഇവര് അക്സെപ്റ്റ് ചെയ്യുവോ? ഇവര് സാധാരണ മനുഷ്യന്മാരാണ് അല്ലെ? അപ്പൊ ഇവരോട് നമ്മൾ പറഞ്ഞു എന്ത്, വാസക്ടമിക്ക് ശേഷം ഓക്കെ ആണ്, നമ്മൾ ഒരു കോൺട്രാസെപ്റ്റീവ് നമ്മൾ പെർമനന്റ് ആയിട്ട് ചെയ്തു. ഇവരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തില്ല എന്ത്, ഈ 3 മാസം, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലായില്ല, അവർക്ക് ഉൾക്കൊണ്ടില്ല, നമുക്ക് മനസ്സിലായില്ല. അവർ വിചാരിക്കുന്നത് കഴിഞ്ഞു ഓക്കെ എന്ന് വിചാരിച്ചു പോയ ദമ്പതികളാണ്. പിന്നെ അത് വലിയ ഇഷ്യൂസ് അവരുടെ ലൈഫിലുണ്ടായി. പിന്നെ എത്രമാത്രം ഡോക്ടേഴ്സ് കൗൺസിൽ ചെയ്ത്, അവിടെ നഴ്സിംഗ് ഓഫീസേഴ്സ് കൗൺസിൽ ചെയ്തിട്ടാണ് അവർക്ക് അതിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് നോളജ് കിട്ടിയെന്ന് അറിയാമോ? അപ്പൊ അതിന് ഇങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെയാ ചെയ്യുന്ന ആട്ടിൽ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വേറെ ഒന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുത്ത് അവരെ വീട്ടിലോട്ട് വിടാവും, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലം ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്ത് പറഞ്ഞു കൊടുക്കണം നമ്മൾ? ആഫ്റ്റർ വാസക്ടമി 3 months കംപ്ലീറ്റ് കോൺട്രാസെപ്റ്റീവ് തന്നെ യൂസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 15 to 20 ഇജാക്കുലേഷൻ വരെ അവർ വെയിറ്റ് ചെയ്തിരിക്കണം. അത് മാറ്റുന്നതിന് മുമ്പ്, കോൺട്രാസെപ്ഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ സെമൻ അനാലിസിസ് ചെയ്ത് അസൂസ്പെർമിയ കൺഫേം ചെയ്തിരിക്കണം എന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. കോൺട്രാഇൻഡിക്കേഷൻസ് ഉണ്ട്, ലോക്കൽ സ്കിൻ ഇൻഫെക്ഷൻസ്, വെരിക്കോസീൽ, ഹെർണിയ, അൺഡിസെൻഡഡ് ടെസ്റ്റിസ്, ഇതൊക്കെ നമ്മൾ വാസക്ടമി ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, കോൺട്രാഇൻഡിക്കേഷൻസ് ആണ്. സം ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് NST യെ കുറിച്ച് നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. മെയിൽ സ്റ്റെറിലൈസേഷൻ കൺവെൻഷണൽ ഉണ്ട്, NSV നോൺ സ്കാൽപ്പൽ വാസക്ടമി ഉണ്ട്. ഡോക്ടർ ലിഷ്വാൻ ജിയാങ് ആണ് ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു റിംഗ്ഡ് ക്ലാമ്പും ഡിസെക്റ്റിംഗ് ഫോഴ്സെപ്സും നമ്മൾ യൂസ് ചെയ്യുന്നു. ഈ ഒരു പ്രൊജക്ടിനെ ഫണ്ട് ചെയ്യുന്നത് UNFPA ആണ്. അതുപോലെ ഈ ഒരു 3 months കാര്യം, അല്ലെങ്കിൽ 15 to 20 ഇജാക്കുലേഷന്റെ കാര്യം മസ്റ്റ് ആണ്, റിപ്പീറ്റഡ് ആണ് എക്സാം ക്വസ്റ്റ്യൻ. അതുപോലെ സ്റ്റെറിലിറ്റി ഡസ് നോട്ട് ഒക്കേഴ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വാസക്ടമി, അത് വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സം ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത്രയും കൊണ്ടിട്ട് നമ്മൾ കോൺട്രാസെപ്ഷന് 99% കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് കൂടെ പറഞ്ഞു തരുന്നതോടുകൂടി നമ്മൾ 100% കോൺട്രാസെപ്ഷൻ എന്നുള്ള ടോപ്പിക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരുവാണ്. ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ യൂസ്ഡ് ബൈ കപ്പിൾ ഇൻ ഇന്ത്യ ബാരിയർ മെത്തേഡ് ആണ്. യൂഷ്വലി എല്ലാവരും യൂസ് ചെയ്യുന്ന മെത്തേഡ് ബാരിയർ മെത്തേഡ് ആണ്. എന്നാൽ ബെസ്റ്റ് മെത്തേഡ് ഫോർ കപ്പിൾ സ്റ്റേയിങ് ഫാർ എന്ന് പറയുന്ന ബാരിയർ മെത്തേഡ്. Then best method for newly married couple, exam question ആണ് OCP. Okay, OCP ആണ് നമ്മൾ newly married couple-ന്റെ best method എന്ന് പറയുന്നത്. Safest method of contraception ഏതാണെന്ന് ചോദിച്ചാൽ barrier method ആണ്. HIV patients-ലെ best method ഏതാണെന്ന് ചോദിച്ചാൽ barrier method plus IUCD intrauterine copper device ആണ്. അതുപോലെ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1952, റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. ഫാമിലി വെൽഫെയർ പ്രോഗ്രാം 1977 എക്സാം ക്വസ്റ്റ്യൻ. 1970s-ലെ നമ്മുടെ സ്ലോഗൻ എന്തായിരുന്നു? ദോ യാ തീൻ ബസ്, 2 അല്ലെങ്കിൽ 3 അത്ര മതി എന്നാണ് അത് സ്ലോഗൻ. നമ്മുടെ ഫാമിലി പ്ലാനിങ്ങിന്റെ സ്ലോഗൻ ആയിരുന്നു കേട്ടോ. 1980 വന്നപ്പോഴത്തേന് 2 child നോം അഡോപ്റ്റ് ചെയ്തു. നാഷണൽ പോപ്പുലേഷൻ പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1st April 1976 എക്സാം ക്വസ്റ്റ്യൻ. നാഷണൽ ഹെൽത്ത് പോളിസി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1983. ഓക്കെ, ഇത്രയും നമ്മുടെ ഇയേഴ്സും കൂടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതുപോലെ ഇയർ ഇമ്പോർട്ടന്റ്, MGP-യുടെ ഇയറുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. MGP ഫസ്റ്റ് പാസ് ചെയ്തത് എന്നാണ് 1971-ലാണ്. അത് എൻഫോഴ്സ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1972-ലാണ്. റിവൈസ് ചെയ്തത് 1975-ലാണ്. ജമ്മു കാശ്മീരിൽ ആദ്യമായിട്ട് വന്നത് 1974-ലാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. ഇതൊന്നും മറന്നു പോകാൻ പാടില്ല. മറന്നു പോയി കഴിഞ്ഞ് പരീക്ഷകൾക്കൊക്കെ പോയി തെറ്റിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോ ഇതോടുകൂടി ഈ 3 സെക്ഷൻസിന്റെ നമ്മുടെ തിയറി പാർട്ട് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നു. കോൺട്രാസെപ്ഷൻ ഇസ് എ വെരി ലാർജ് ടോപ്പിക് ആണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ 3 സെക്ഷനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ എല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നോട്ടൊക്കെ എഴുതി പഠിച്ച് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുപഠിക്കുക. ആദ്യത്തെ 2 വീഡിയോസ് കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടതിന് ശേഷം ഇതൂടെ കണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾക്ക് ചെയ്യാനുള്ള സെക്കൻഡ് പാർട്ട് ഇന്നത്തെ എന്താണ്? 50 ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിൽ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിനെ കംപ്ലീറ്റ് സെറ്റ് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ആ ഒരു ലിങ്ക് കൂടെ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് അത്
ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ എന്താണ് അത് ഗോ ത്രൂ ചെയ്ത് അത്രയും പഠിക്കാം കേട്ടോ. മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്കിനി കോൺട്രാസെപ്ഷന്റെ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സും കൂടി ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ കംപ്ലീറ്റ് ദിസ് ടോപ്പിക്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഏതെങ്കിലും ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ സ്റ്റുഡൻസിനൊക്കെ കണ്ടിട്ടൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയാ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. കാരണം അത് മനസ്സിലാവുന്നത് നിങ്ങളുടെ പലരുടെയും നമ്മുടെ ഇതിന് താഴെ വരുന്ന വീഡിയോസിന് താഴെ വരുന്ന കമന്റുകൾ കൊണ്ടിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്ലാസ്സുകളും സെക്ഷൻസും ഒക്കെ ഇങ്ങനെ എടുത്തു തരണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ടൈം കൺസ്ട്രെയിൻസ് ആണ് എന്റെ ഒരു ബിഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ കുറച്ചു ദിവസങ്ങളിൽ ആദ്യമേ തന്നെ ഒരു 3 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് തരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഹെൽത്ത് അത് ചെയ്യാൻ സമ്മതിച്ചില്ല, അതാണ് സത്യം കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് വേണമെങ്കിൽ 1.5 hour കൊണ്ടിട്ട് ഇരുന്ന് കംപ്ലീറ്റ് ചെയ്ത് തരാം. പക്ഷെങ്കിൽ ഞാൻ പ്രഗ്നന്റും കൂടെയാണ്. 7 months കഴിഞ്ഞ് 8 months ആവാറായി. ആ സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ OBG പഠിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ. ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും, ഒത്തിരി സമയം ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതൊക്കെ കൊണ്ടിട്ടാണ് ഇപ്പൊ കുറച്ചൊരു 3/4 മണിക്കൂർ ഒരു 1 hour കൊണ്ടിട്ടൊക്കെ ഇതൊരു കംപ്ലീറ്റ് ആക്കുന്നത് ഞാൻ കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്നോട് ദേഷ്യമൊന്നും ആർക്കും തോന്നരുത്. ഇതാണ് പ്രശ്നം കൊണ്ടിട്ടാണ്. മാക്സിമം ശ്രമിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. കാരണം ഇഷ്ടംപോലെ കുട്ടികൾ എന്റെ യൂട്യൂബ് ചാനൽ കണ്ട് പഠിക്കണുണ്ടെന്ന് എനിക്കറിയാം അല്ലെ, ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാം, വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ, നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഉയരാൻ പറ്റട്ടെ. ഞാൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എന്നെ കുറിച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങളെ കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോകാം. ഇത്തിരി സമയം സംസാരിച്ചു കഴിയുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വന്നു തുടങ്ങും. അതുകൊണ്ടിട്ടാണ് കേട്ടോ. കഴിയുമ്പോൾ നമ്മൾ കൂളാകും, നമുക്ക് ഈസി ആയിട്ട് പഠിപ്പിച്ചു തരാം. So the first question, which of the following is a permanent method of contraception? First 2 question Kerala PSC യുടെ ക്വസ്റ്റ്യൻ ആണ് ഇട്ടേക്കുന്നത്. Which is the permanent method of contraception? Lips lube, copper T, tubectomy and condom. ഏതാ വരിക? നിങ്ങൾക്കറിയാം ലിപ്സ് ലൂപ്പും കോപ്പർ ടീയും എന്താണ്? ടെമ്പററി മെത്തേഡാണ്. കോണ്ടം ഫിസിക്കൽ ടെമ്പററി മെത്തേഡാണ്. നമ്മുടെ ആൻസർ ഏത് വരും? ട്യൂബെക്ടമി, നോ ഡൗട്ട് അല്ലേ? ഓപ്ഷൻ സി ട്യൂബെക്ടമി. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2, MTP Act come into enforce in the year. ഞാൻ പറഞ്ഞു തന്നിരുന്നു നിങ്ങളോട് പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ ഓർത്തോണം. എപ്പോൾ വന്നു, എപ്പോ പാസ്സായി, എപ്പോ നിലവിൽ വന്നു, എപ്പോ റിവൈസ് ചെയ്തു, ജമ്മു കാശ്മീർ. ഈ 4 കാര്യങ്ങൾ മറന്നു പോകലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ MTP ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്തതാണെങ്കിൽ അതിലേക്ക് ഒന്നുകൂടെ കണ്ണുനട്ടിരിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചോദിച്ചിരിക്കുന്നത് എന്താണ്? എപ്പോഴാണ് എൻഫോഴ്സ് ചെയ്ത് വന്നത് എന്നതാണ്. നിലവിൽ വന്നത് എപ്പോഴാണ്? നമുക്കറിയാം എപ്പോഴാണ് വന്നത്. 1972 വന്നത്. ഡൗട്ട് ഇല്ല അല്ലെ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോംപ്ലിക്കേഷൻസ് ഫോർ യൂസിങ് ഓറൽ കോൺട്രാസെപ്റ്റീവ് ഈസ്. കേരള PSC ക്വസ്റ്റ്യൻ. നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്നത് കോൺട്രാ ഇൻഡിക്കേഷൻ ഏതാണ്? ത്രോംബോഫ്ലെബൈറ്റിസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അൾസറേറ്റീവ് കൊളൈറ്റിസ്, മെനറാജിയ. ഓർത്ത് വെക്കുക, ത്രോംബോഫ്ലെബൈറ്റിസ് is a contraindication for using oral contraceptives. Okay, so the answer is thrombophlebitis. Okay, so thrombophlebitis is the answer. Thrombophlebitis. Next question, which of the following is a mechanical method of contraception? Which of the following is a mechanical method? Mechanical method എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ മെത്തേഡ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏത് മെത്തേഡാ വരുന്ന? എല്ലാം PSC ക്വസ്റ്റ്യൻ. നമ്മൾ കേരള PSC തന്നെയാണ് ആദ്യത്തെ ഇട്ടേക്കുന്നത്. വാസക്ടമി, മാലാഡി, കോണ്ടം, MTP. ഏതാ വരിക? ഡൗട്ട് ഇല്ല അല്ലെ? നമ്മുടെ കോണ്ടം ആണ് മെക്കാനിക്കൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ എക്സാമ്പിൾ ആയിട്ടുള്ളത് ഇതിനകത്ത്. Then next question, the hormonal contraceptives are. ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ് നിങ്ങൾക്കറിയാം, ഓറൽ ഫോം ഉണ്ട്, ഇൻജെക്ടബിൾ ഫോം ഉണ്ട്, ഇംപ്ലാന്റ് അല്ലെ, സബ്ക്യൂട്ടേനിയസ് ഇംപ്ലാന്റ് ഫോം ഉണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, MTP Act passed in the year. എക്സാം ആൻസർ ഓപ്ഷൻ ഡി, 1971. നോ ഡൗട്ട് അല്ലെ?
Next question, which of the following is a natural family planning method? ഇതിൽ ഏതാണ് natural family planning methodinകത്ത് വരുന്നത്? Abstinence, copper T, condom, tubectomy. Okay, miscellaneous method ആണെങ്കിൽ കൂടെ ഒരു natural method ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ആര്? Abstinence അല്ലേ? Copper T, condom, tubectomy ഒക്കെ മറ്റു മെത്തേഡുകളാണ്. നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് ആൻസർ സെലക്ട് ചെയ്യാം. Abstinence. Okay, abstinence. Next question. Copper carrying contraceptive devices acts by. Copper containing contraceptive device എങ്ങനെയാണ് അതിന്റെ ആക്ഷൻ കാണിക്കുന്നത്? Preventing ovulation, prevent spermatozoa coming into contact with the ovum, destruction of spermatozoa, making cervical mucus more thick to prevent penetration of spermatozoa. കോപ്പർ ക്യാരിയിങ് കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് എന്ത് ചെയ്യും? നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസന്റ് ആയിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസിനെയും അവിടെയുള്ള മ്യൂക്കസ് മെമ്പറൈനെയും ഒക്കെ അത് തിക്കാക്കും. അങ്ങനെ സ്പെർമാറ്റോസോവയുടെ പെനട്രേഷൻ പ്രിവെന്റ് ചെയ്യും സെർവിക്കൽ മ്യൂക്കസിൽ കൂടെ. സോ ദ എയ്ത്ത് ആൻസർ ഈസ് ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് മെത്തേഡ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ovulation method of family planning is also known as. Ovulation method of family planning നെ നമ്മൾ എന്തെന്ന് വിളിക്കും? കലണ്ടർ മെത്തേഡ്, ബില്ലിംഗ് മെത്തേഡ്, സിംപ്റ്റോതെർമൽ മെത്തേഡ് ആൻഡ് സ്പേസിംഗ് മെത്തേഡ്. നമുക്ക് എന്തെന്ന് വിളിക്കാം ഓവുലേഷൻ മെത്തേഡിനെ? കലണ്ടർ മെത്തേഡ് നിങ്ങൾക്ക് അറിയാം, അത് ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് അറിയാം. ബില്ലിംഗ് മെത്തേഡ് എന്താണെന്നറിയാം, സെർവിക്കൽ മ്യൂക്കസ് തിക്നെസ് ആണ്. സിംപ്റ്റോതെർമൽ മെത്തേഡ് എന്താണെന്നറിയാം, സ്പേസിംഗ് മെത്തേഡ് എന്താണെന്നറിയാം. ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? സിംപ്റ്റോതെർമൽ മെത്തേഡ്. അതായത് നമുക്കറിയാം ഓവുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ സിംപ്റ്റോതെർമൽ മെത്തേഡിൽ നോക്കുന്നത്. So the answer is symptothermal method. And 10th question is, the best time for insertion of IUD is 40 days after delivery, 6 weeks after abortion, intermenstrual period, all of this. IUD insert ചെയ്യാം, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും IUD insert ചെയ്യാം. Okay, so the 10th question answer is D. Next question, permanent method of male sterilization is PPS, vasectomy, tubectomy, mini lab. ഏതാ മെയിലിലെ പെർമനന്റ് മെത്തേഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്? വാസെക്ടമി അല്ലേ? വാസെക്ടമി. PPS എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പാർട്ടം സ്റ്റെറിലൈസേഷൻ ആണ് കേട്ടോ. സോ പെർമനന്റ് മെത്തേഡ് ഓഫ് മെയിൽ സ്റ്റെറിലൈസേഷൻ ഈസ് വാസെക്ടമി. ഇത് നമുക്ക് ഓപ്ഷൻ പോലും വേണ്ടാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ പാക്കറ്റ് ഓഫ് ഓറൽ പിൽ മാല ആൻഡ് കണ്ടെയ്ൻസ്, നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അതിന്റെ ഒരു പാക്കറ്റിനകത്ത് 28 പിൽസ് ആണ് ഉള്ളത്. അതിനകത്ത് 21 പില്ല് നമ്മുടെ ഹോർമോണൽ പില്ലാണ്, 7 എണ്ണം നമ്മുടെ അയൺ ടാബ്ലറ്റ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ? ആൻസർ ഈസ് 28 പിൽസ് ആണുള്ളത്, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the condition under which a pregnancy can be terminated under the MTP Act of 1971 except. ഏതാ വരിക? Option A, when pregnancy result from failure of any contraceptive devices. Option B, where pregnancy is a result of rape. Option C, when pregnancy resulted due to the non-use of contraceptives and it is not wanted by the couple. Option D, where there is a substantial risk of the child being born with severe handicaps. ഏതാ ആൻസർ? ഓപ്ഷൻ സി. ഗുഡ്, അത് പറഞ്ഞവർക്ക് നന്നായി അല്ലേ? അത് എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് അവിടെ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്തിട്ടില്ല, അവർക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ നമുക്ക് MTP ചെയ്യുക എന്നുള്ള ഓപ്ഷൻ ഒന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള MTP ആക്ടിനകത്തില്ല. കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്തുകൊണ്ട് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇത് കോൺട്രാസെപ്ഷൻ യൂസ് ചെയ്യാതിരുന്നിട്ടുള്ള പ്രൊവിഷൻ ഇല്ല. സോ ദ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 13 ആൻസർ ഈസ് ഓപ്ഷൻ സി. And 14, which of the following is not an injectable contraceptive? ഇതിൽ ഇൻജെക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ് അല്ലാത്തത് ഏതാണ്? NET-EN, Norplant, DMPA, subcute. ഇതില് ഇൻജെക്റ്റബിൾ അല്ലാത്തത് ഏതാ? നോർപ്ലാന്റ്. നോർപ്ലാന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം സബ്ക്യൂട്ടീനിയസ് ഇംപ്ലാന്റ് ആണ് അല്ലെ? ഇഞ്ചക്ഷൻ അല്ല, അത് ഇംപ്ലാന്റ് ആണ്. സോ നോർപ്ലാന്റ് ഈസ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, postoperative advice given to a patient who has undergone vasectomy is: no need for using any contraceptives right from the next day of surgery. Patient is not sterile immediately after the surgery. No need to take any precautions with regard to lifting weights. Stitches need not be removed. ഏതാ? ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുക്കണം. Patient is not sterile immediately after surgery എന്ന് വേണം പറഞ്ഞു കൊടുക്കാൻ. Next question, Pearl index is associated with
Air pollution index, water chlorination efficiency, contraceptive efficiency, nutritive value of milk. Answer is contraceptive efficiency. Next question. Contraceptive which provide protection against sexually transmitted disease is. STDs prevent ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? കോണ്ടം അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോണ്ടത്തിന് STDs prevent ചെയ്യാൻ properly use ചെയ്ത് കഴിഞ്ഞാൽ. So question number 17 answer is B, condom. Question number 18. Which of the following is an injectable progestin? Or injectable progestin ഇതിൽ ഏതാണ്? Isosuprene, NAT-EN, Implanon, Norgestrone. ഇതിൽ ഏതാണ് നമ്മുടെ injectable progestin? NAT-EN അല്ലെ, DMPA, NAT-EN ഒക്കെ injectable progestins ആണ്. Next question. One of the complication of intrauterine device insertion is weight gain, breast tenderness, headache, and bleeding. The answer is bleeding. അല്ലെ, നമുക്കറിയാം IUD-യുടെ ഇമ്പോർട്ടന്റ് അഡ്മിഷൻ വരുന്നത്, റീ അഡ്മിഷൻ വരുന്നതൊക്കെ എന്താണ്? ബ്ലീഡിംഗ് ആണ്. രണ്ടാമത് വരുന്നത് പെയിൻ ആയിട്ടാണ് കേട്ടോ, പെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The effectiveness duration അല്ല കേട്ടോ, effective duration of copper 380A from the day of insertion is dash years. ഓൾറെഡി പറഞ്ഞാണ് 3 year ആണ് വരുന്നത്. 10 years കൂടുമ്പോൾ റീപ്ലേസ് ചെയ്യണം അല്ലെ, 10 വർഷമാണ് വരുന്നത്. ഓപ്ഷൻ ബി. 21. The National Family Planning Program was started in. National Family Planning Program start ചെയ്തത് 1952-ലാണ്. 1952 ആൻസർ എ. 22. Which of the following is a natural family planning method? Vasectomy permanent ആണ്, ട്യൂബക്ടമി പെർമനന്റ് ആണ്, ഇൻട്രയൂട്രൈൻ ഡിവൈസ് എന്താണ്? അത് സെപ്പറേറ്റ് ആണ് അല്ലെ, ടെമ്പററി വരും. നാച്ചുറൽ ഫാമിലി പ്ലാനിംഗ് മെത്തേഡ് ഇതിൽ ഏതാണ് വരുന്നത്? ബ്രസ്റ്റ് ഫീഡിംഗ് അല്ലെങ്കിൽ ലാക്ടേഷണൽ അമിനോറിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ന്യൂലി മാരീഡ് കപ്പിൾ is asking for the best method of contraception and which of the following method a nurse will advise? നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്ത് ഏത് നമ്മൾ പറയുന്ന കൊടുക്കണം? കമ്പൈൻഡ് OCP അല്ലെ, കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ന്യൂലി മാരീഡ് കപ്പിളിന്റെ ബെസ്റ്റ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. So the question 23 answer is D. Next question. Which of the following is not a surgical method used in birth control? Vasectomy, IUD, tubectomy, and tubal ligation. ഏതാ? സർജിക്കൽ മെത്തേഡ് അല്ലാത്തത് ഏതാ? ഇൻട്രയൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് അല്ലെ, IUCD ആണ് സർജിക്കൽ മെത്തേഡ് അല്ലാത്തത്. The answer is B. Next question. MTP can be done up to. ഞാൻ പറഞ്ഞിരുന്നു MTP എത്ര വരെ ചെയ്യാം നമുക്ക്? ഇന്ത്യൻ സിനാരിയോയിൽ 20 വീക്സ് വരെ ചെയ്യാം. ഇപ്പൊ അതിനെന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, ഒരു പുതിയ എന്തോ വന്നിട്ടുണ്ട്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് നോക്കേണ്ട കാര്യമില്ല, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. 20th വീക്ക് വരെ നമുക്ക് MTP ചെയ്യാം. Next question. A polyurethane vaginal pouch attached to the rim that partially covers the vulva is known as. ഒരു polyurethane vaginal pouch അറ്റാച്ച് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഫീമെയിൽ condom. 26 is A, female condom. Next question. Male sterilization is accomplished by a surgical procedure known as abortion, sterilization, tubal ligation, and vasectomy. ഏതാ male sterilization method വരുന്നത്? Vasectomy, option B. Next question. A newly married couple is asking for the best method of contraception. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലെ, ഏത് മെത്തേഡ് നിങ്ങൾ സെലക്ട് ചെയ്യും. പക്ഷെ അത് വേറെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ജിപ്മർ ക്വസ്റ്റ്യൻ ആണ്. ബാരിയർ മെത്തേഡ് ആണോ, പ്രഥം മെത്തേഡ് ആണോ, IUS ആണോ, കമ്പൈൻഡ് OCP ആണോ? പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. കമ്പൈൻഡ് OCP is the answer. Next question. Which of the following is a contraceptive method of choice for a commercial sex worker? ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, കൊമേഴ്ഷ്യൽ സെക്സ് വർക്കേഴ്സ് ആണെങ്കിൽ നമ്മൾ പറയുന്ന മെത്തേഡ് ഏതാണ്? ബാരിയർ മെത്തേഡ് ആണ് അല്ലെ, ബാരിയർ മെത്തേഡ്, ഓപ്ഷൻ ഡി. നെക്സ്റ്റ്. ദ കോൺട്രാസെപ്റ്റീവ് ടുഡേ കണ്ടെയ്ൻസ്. കോൺട്രാസെപ്റ്റീവ് ടുഡേ അതിനകത്തുള്ള കണ്ടന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഏതാണ് ടുഡേക്കകത്തുള്ള കണ്ടന്റ്? ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു നോണോക്സൈനലോൾ അല്ലെ, 9 നോണോക്സൈനലോൾ ആണ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഈസ് സി. നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഡ്രഗ് ക്യാൻ റെഡ്യൂസ് ദ എഫിഷ്യൻസി ഓഫ് ലോ ഡോസ് OCP? അത് മനസ്സിലാക്കി വെക്കുക. ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ റിഫാംബിസിൻ കൊടുക്കുകയാണെങ്കിൽ റിഫാംബിസിൻ അതിന്റെ എഫക്ട് കുറയ്ക്കുമെന്നാണ് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഡി, റിഫാംബിസിൻ. ആന്റി ട്യൂബർക്കുലർ ഡ്രഗ് ആണ് റിഫാംബിസിൻ, നിങ്ങൾക്ക് അറിയാം. റിഫാംബിസിൻ OCP എടുക്കുന്ന ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? OCPയുടെ എഫക്റ്റീവ്നെസ് കുറയ്ക്കും.
അതുകൊണ്ട് റിഫാംപിസിൻ ഇസ് ദ ആൻസർ. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏത് ആന്റി ട്യൂബർക്കുലർ ഡ്രഗ് ആണ് കൊടുക്കാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ എഫക്ട് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാലും ആൻസർ ഈസ് റിഫാംപിസിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, absolute contraindication for IUCD insertion. IUCD insertionന്റെ absolute contraindication ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിലാണ്. അനീമിയ, ബ്ലീഡിംഗ്, PID, ഡയബറ്റിസ്. ഇതിലേത് absolute contraindication അകത്ത് വരുന്നത്? ഓർത്തോണം, IUCD ഇൻസേർട്ട് ചെയ്യുന്നതിന് absolute contraindication ഇതിനകത്തുനിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് PID ആണ്. PID എന്ന് പറഞ്ഞാൽ pelvic inflammatory disease. അറിയാലോ നിങ്ങൾക്ക്, a group of diseases, a group of conditions അല്ലെ, എന്ത് കാരണമാകുന്നു? pelvic inflammation. പെൽവിസിലുള്ള ഓർഗൻസ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കണ്ടീഷൻ ആണ്. അത് absolute contraindication ആണ് IUCD. അപ്പൊ IUCD ഇൻസേർട്ട് ചെയ്തത് ട്രിഗർ ചെയ്യും കേട്ടോ, വേഴ്സൺ ചെയ്യും കണ്ടീഷൻ. അതുകൊണ്ട് PID is the answer. 32 ഓപ്ഷൻ C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, following vasectomy for family planning, a person should be advised to use some other method of contraception till. വാസെക്ടമിക്ക് ശേഷം എത്ര നാള് നമ്മൾ യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്? 3 months അല്ലെങ്കിൽ 15 to 20 ejaculation, അങ്ങനെയും ചോദിക്കാം. So the question 33, the answer is D. 34, barrier methods are all except diaphragm, condom, vaginal sponge, lips loop. ഏതാ? ലിപ്സ് ലൂപ്പ് അല്ലെ, ബാക്കിയൊക്കെ ബാരിയർ മെത്തേഡുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കോപ്പർട്ടി 380A, 380 ഇൻഡിക്കേറ്റ്സ്. ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ ഓരോന്നും എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 380 എന്ന് പറഞ്ഞാൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കോപ്പറിന്റെ സർഫസ് ഏരിയ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മില്ലിമീറ്ററിൽ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. Then safe period or rhythm method is also known as. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതാ സേഫ് പീരീഡിന് മറ്റൊരു പേര്? ഡൗട്ട് ഒന്നും വേണ്ട, calendar method. Next question, the term today is a popular trade name for. ഈ today എന്ന് പറയുന്നത് എന്തിന്റെ ട്രേഡ് നെയിമാ? vaginal sponge ആണ് അല്ലെ. today എന്ന് പറയുന്നത് നോണോക്സൈനോൾ ആണ് അതിന്റെ മേജർ കണ്ടന്റ് എന്ന് പറയുന്നത്. So it's vaginal sponge is the answer. Next question, which duct close or clamps during male sterilization? RBSc question ആണ്. ഏത് ഡക്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലാമ്പ് ചെയ്യുന്നത് മെയിൽ സ്റ്റെറിലൈസേഷൻ വാസക്ടമി ചെയ്യുമ്പോൾ? വാസ് ഡിഫറൻസ് ആണ് അല്ലെ, വാസ് ഡിഫറൻസ് ആണ് നമ്മൾ കട്ട് ആൻഡ് ക്ലാമ്പ് ചെയ്യുന്നത്. ആൻസർ ഈസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NSV ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ വെയർ NSV സ്റ്റാൻഡ്സ് ഫോർ. എന്ന് വെച്ചാൽ NSVയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോൺ സ്കാൽപ്പൽ വാസക്ടമി. ഓക്കെ, നോ സ്കാൽപ്പൽ വാസക്ടമി അല്ലെങ്കിൽ നോൺ സ്കാൽപ്പൽ വാസക്ടമി. 39 ആൻസർ ഈസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 40th ക്വസ്റ്റ്യൻ ആണ്. The drug in Norplant subdermal implant hormone contraceptive is. നമ്മൾ സബ്ഡെർമൽ ഇംപ്ലാന്റ് ആയിട്ടുള്ള നോർപ്ലാന്റിന്റെ മേജർ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ് ആരാണ് അതിനകത്തുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആരായിരുന്നു അതിനകത്തുള്ളത്? ലെവനർഗസ്ട്രോൾ അല്ലെ, എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലെവനർഗസ്ട്രോൾ, LNG. ഞാൻ പറഞ്ഞു തന്നിരുന്നു, അതാണ് അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ഡി. 41, the most effective method other than abstinence is. ആബ്സ്റ്റിനൻസ് കഴിഞ്ഞാൽ അടുത്ത എഫക്റ്റീവ് മെത്തേഡ് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? മെയിൽ ആൻഡ് ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ. പെർമനന്റ് മെത്തേഡുകളാണ് വരുന്നത് കേട്ടോ. ആബ്സ്റ്റിനൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. കാരണം അവിടെ സെക്ഷൽ ഇൻട്രത് ഒരു തരത്തിലുള്ള ചാൻസും ഇല്ല ഓവവും സ്പേമും തമ്മിൽ മീറ്റ് ചെയ്യാൻ. പിന്നെ നമുക്ക് എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഫീമെയിൽസിൽ ട്യൂബക്ടമിയും മെയിൽസിൽ വാസക്ടമിയാണ്. അതിൽ നമുക്ക് സ്റ്റെറിലൈസേഷൻ ടെക്നിക്കുകളാണല്ലോ അത് രണ്ടും. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏത് ആൻസർ സെലക്ട് ചെയ്യാം? ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ 42, നോർപ്ലാന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. നോർപ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം നോർപ്ലാന്റ് എന്ന് പറയുന്നത് ഒരു സബ്ഡെർമൽ ഇംപ്ലാന്റ് ആണ് അല്ലെ. സോ സബ്ഡെർമൽ ഇംപ്ലാന്റ് ആണ്. സോ 42 ഈസ് ആൻസർ ഈസ് എ. 43, the post-coital contraception, the morning after pills are best recommended within. എത്ര അവേഴ്സിനുള്ളിൽ എടുക്കണം? പോസ്റ്റ് കോയിറ്റൽ ആണെങ്കിലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു വിതിൻ 72 അവേഴ്സിനുള്ളിൽ തന്നെ എമർജൻസി കോൺട്രാസെപ്റ്റീവ് എടുത്തിരിക്കണം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 44, which of the following is used as an emergency contraceptive? ഏതാ എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞിരുന്നു ലെവനർഗസ്ട്രോൾ, LNG. 44 ആൻസർ ഡി അല്ലെ, എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ LNGയുടെ ഡോസും അത് എത്ര മണിക്കൂറിന് ഇടവിട്ടാണ് കൊടുക്കുന്നതെന്നും ഒക്കെ എക്സാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് IUCD നീഡ് ടു ബി റീപ്ലേസ്ഡ് ഓൺലി ആഫ്റ്റർ 10 years? ഏതാ 10 yearsന് ശേഷം മാത്രം റീപ്ലേസ് ചെയ്യാൻ മതി എന്ന് പറയുന്നത്? കോപ്പർട്ടി 380A. രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ആൻസർ ഈസ് സി.
46, an example of second generation IUCD. Second generation IUCD examples എന്തൊക്കെയാ? Property containing IUCDs എല്ലാം second generation IUCDs ആണ്. So അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്തെടുക്കാം? Option B is the correct answer. Property 380A. And 47, which is the most appropriate time for IUCD insertion? During or within 10 days of menstruation, among the midst of the cycle, just before menstruation, none of the above. നമുക്ക് ഇതിനകത്ത് ബെസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ എ ആണ്, ഡ്യൂറിംഗ് ഓർ വിതിൻ 10 days of menstruation. 48, the metal which is commonly used in family planning is. ഫാമിലി പ്ലാനിംഗ് വേണ്ടി കേൾക്കുമ്പോഴേ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന മെറ്റൽ ഏതാണ്? കോപ്പർ അല്ലെ? കോപ്പർ ആണ്, കോപ്പർട്ടിക്കകത്തെ കോപ്പർ. അപ്പം ആൻസർ ഏത് വരും? 48A. 49, condom is dash method of contraception. Physical, chemical, permanent, natural. ഏതാ condom? Condom is a physical temporary method of contraception. Answer is option A. And 50, last question. Most important component of oral contraceptive agent is. Oral contraceptives le ee parayunnadil edana ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏജന്റ് എന്ന് പറയുന്നത്? തൈറോക്സിൻ ആണോ, അതോ LH ആണോ, അതോ പ്രൊജസ്ട്രോൺ ആണോ, അതോ ഗ്രോത്ത് ഹോർമോൺ ആണോ? ഏതാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്? പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ is the most important component of oral contraceptive. Okay, അപ്പം question 50 answer is C. എന്ത് ഈസി അല്ലേ? തിയറി പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് പോലും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കോൺട്രാസെപ്ഷൻ അകത്തുനിന്ന് വരുന്നത്. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് തിയറി പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ ഇത്രയും കൊണ്ട് നമ്മൾ നമ്മുടെ ഫുൾ തിയറി, കോംപ്രഹെൻസീവ് തിയറി ക്ലാസ്സസ് പ്ലസ് 50 ഷുവർ ഷോർട്ട് എക്സാം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് പഠിക്കുക. കോൺട്രാസെപ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഷുവർ ആയിട്ട് 1 or 2 ക്വസ്റ്റ്യൻസ് ഏത് എക്സാം എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടോപ്പിക് കൂടെയാണ് കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. സോ അതിനകത്ത് ഒരു തരത്തിലുള്ള റിഡക്ഷൻസും ഒന്നും നിങ്ങൾ ചെയ്യരുത്. തന്നിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ നോട്ട് ഉണ്ടാക്കി മസ്റ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക്, കാരണം ഒത്തിരി കുട്ടികൾ ഇത് ഫോളോ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തൊന്നും റിഡക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, അത് അവർക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കും. അവർക്ക് മാർക്ക് പോകാനൊന്നും നമ്മൾ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇതിനകത്തൊന്നും മാർക്കൊന്നും നിങ്ങൾ കളയരുതേ. ഓക്കെ, അത്ര എഫേർട്ട് ഇട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞാൻ നോക്കിയിട്ടുണ്ട്. അതിനകത്ത് കിട്ടുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിന് ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സെറ്റിന്റെ ലിങ്ക് വരെ ഞാൻ തരാം കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള മാർക്കുകളൊന്നും ഇനി കളയരുത്. നന്നായിട്ട് പഠിക്കണം. ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, എഫേർട്ട് ഇട്ട് മൂവ് ഫോർവേഡ്, മുന്നോട്ട് പോവാ അല്ലേ. അപ്പോ എന്ത് പരീക്ഷയാണെങ്കിലും നമ്മളുടെ ഹാർഡ് വർക്കിനും നമ്മളുടെ ചിന്താഗതിക്കും അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ജയിക്കാനുള്ളവരാണെങ്കിൽ ഒരു ടാസ്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു ഗോളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകും. നമ്മൾ ജയിച്ച് കയറാനുള്ളവരാണെങ്കിൽ ഇഷ്ടം പോലെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകും. ഓരോന്നിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയി അതിലേക്ക് എത്താൻ ശ്രമിക്കണം. അങ്ങനെയുള്ളവരുടെ കൂടെയേ വിജയം നിൽക്കുള്ളൂ. നിങ്ങൾക്കറിയാം, എല്ലാ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിജയം കണ്ട എല്ലാ വ്യക്തികളും പറയുന്ന ഒരു കാര്യമാണത്. എന്താ അവര് പറയുന്നത്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ലക്ക് കൊണ്ട് നിങ്ങൾക്ക് ഇത് കിട്ടും, നിങ്ങൾ വെറുതെ മാനത്തോട്ട് നോക്കിയിരുന്നോ, ആ ലക്ക് ഇപ്പൊ ഇങ്ങോട്ട് തരും? അന്നൊന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കൊരു വിശ്വാസം ഇല്ല അല്ലെ. ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും നല്ല ഹാർഡ് ുള്ള ആൾക്കാർ പറയുന്ന വാക്കുകൾ മാത്രമേ എടുത്തിട്ട് കാര്യമുള്ളൂ. ലക്കൊക്കെ പോകുന്നുണ്ട്, ലക്ക് ഈസ് ലക്ക് അല്ലേ. അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, നമുക്കൊരു വിഷമമില്ല, സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. പക്ഷേ ഒരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ അതിന് പുറകിലൊരു ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ ജയിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും പറയുന്ന ഒറ്റ വാചകമാണ് ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്. അത് നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് കപ്പാസിറ്റി നിങ്ങളുടെയാണ്. അല്ല പകുതിക്ക് വെച്ചിട്ട് അയ്യോ എന്റെ ഇഷ്യൂസ് എന്റെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇഷ്യൂസ് ഇല്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാവർക്കും ഇഷ്യൂസ് ഉണ്ട്. ആരെങ്കിലും ഉണ്ടോ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലാത്തവർ വളരെ വിരളമാണ്. അങ്ങനെയുള്ളവർക്ക് വല്ല അസുഖങ്ങളോ വേറെ വല്ല പ്രശ്നങ്ങളും കാണും. ഓക്കെ, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, പറഞ്ഞു പോയതാണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് വർക്ക് ഹാർഡ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, മറ്റാർക്കും അത് പറ്റില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമുക്കത് സപ്പോർട്ടായിട്ട് മുന്നോട്ട് വരും.
കേട്ടോ. ചിലപ്പോ നമ്മൾക്ക് ഒരു ക്ലൈമറ്റ് ചേഞ്ച് പോലും നമ്മുടെ കൂടെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അത് നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് നോക്കുക കേട്ടോ. അത് അങ്ങനെ തന്നെയാണ്. വിജയം കണ്ടവരെല്ലാം പരിശ്രമിച്ച് നേടിയിട്ടുള്ളവരാണ്. ഓക്കെ, അപ്പൊ അവരുടെ വാക്കുകളെല്ലാം കേട്ട് പഠിക്കുക. ദിവസം ഒരു മോട്ടിവേഷൻ എങ്കിലും കേൾക്കുക. നല്ല നല്ല കാര്യങ്ങൾ. എന്തായാലും ഫോൺ കുത്താത്ത ആരുമില്ല. നിങ്ങൾ എല്ലാവരും ഫോൺ എടുത്ത് അത് തോണ്ടി തോണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം വാട്സപ്പ് വഴി കയറും. പഠിക്കാനിരിക്കുമ്പോൾ ചെയ്യുന്നതാണ്. ഞാൻ ഇഷ്ടംപോലെ കുട്ടികളെ കാണുന്നതാണ്. എന്ത് ചെയ്യും? വാട്സപ്പിൽ തോണ്ടി തോണ്ടി കയറും. ആരെങ്കിലും വന്നിട്ടുണ്ടോ, നമ്മുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കും. അതുവഴി യൂട്യൂബിൽ പോകും. യൂട്യൂബ് വഴി ഫേസ്ബുക്കിൽ പോകും. അവിടുന്ന് ഇൻസ്റ്റാഗ്രാം, അങ്ങനെ 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 പോയി 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 ഉള്ള സമയം പോയി കിട്ടും അല്ലേ? അങ്ങനെയാണ്. ആ പോകുന്നൊക്കെ പോകുന്ന വഴി കുറച്ചുകൂടെ നന്നാക്കുക. ക്ലിയർ ആയോ? യൂട്യൂബിൽ കയറിക്കോ, അതിനകത്തുനിന്ന് ഒരു മോട്ടിവേഷണൽ വീഡിയോ കണ്ടോ, ഒരു പാട്ട് കേട്ടോ, നല്ല കാര്യമാണ്. കണ്ട അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആഡപ്പ് ചെയ്ത് മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെ, നമുക്ക് പറയാനും പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. കേൾക്കുന്ന ഒരാളെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സക്സസ് എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ അഡൾട്ട് ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം. ബട്ട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. കഷ്ടപ്പെടാതെ ഒന്നും കിട്ടത്തില്ല. നന്നായിട്ട് പഠിക്കുക. പഠിച്ച് വിജയിച്ചവരെല്ലാവരും അവരുടെ പുറകിൽ ഇഷ്ടം പോലെ കഷ്ടപ്പാടുകളുണ്ട്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാല് എഫേർട്ട് ഇട്ട് പഠിച്ചവരാണ്. ഇഷ്ടം പോലെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പൊ അതെല്ലാം പഠിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ബ്രില്യന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ അത് ഈസി ആയിരിക്കും. പക്ഷെ അല്ലാത്ത സാധാരണ രീതിയിലുള്ള കുട്ടികളൊക്കെ പഠിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ അവർക്ക് ഇഷ്ടം പോലെ എഫേർട്ട് പറയാനുള്ള ഒരു സ്റ്റോറി ഉണ്ടാവും. സോ നിങ്ങൾക്കും നല്ലൊരു എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. എല്ലാവരും പഠിച്ചു മുന്നേറി നല്ല നല്ല നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് എത്തട്ടെ. അതിനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, ഒത്തിരി സമയം ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടിട്ടാണല്ലേ കുറച്ചുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കംപ്ലീറ്റ് ചെയ്യുക. സൂൺ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മൾ എണീറ്റിരിക്കും, വേണമെങ്കിൽ നമ്മൾ ചെയ്യും, വേണ്ടെങ്കിൽ നമ്മൾ ചെയ്യത്തില്ല. അതുകൊണ്ടിട്ട് വേണം എന്ന് വിചാരിച്ച് മുന്നോട്ട് നോക്കി പഠിക്കുക. നിങ്ങളുടെ ഗോൾസിലേക്ക് ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള ഇഷ്യൂസ് ഒക്കെ രണ്ട് സൈഡിലേക്ക് വഴിമാറും. നിങ്ങൾക്ക് പോകാനുള്ള പാത നയിക്കും എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നന്നായിട്ട് പഠിച്ച് നല്ല നല്ല ഉയരങ്ങളിൽ എത്തട്ടെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ കാണുമ്പോഴേക്കും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.